ഹലോ, നമസ്കാരം. എപ്പോഴും വൈകുന്നേരം നടത്തുമായിട്ടല്ലേ സാധാരണ വരാറ്. അപ്പോൾ ഇന്ന് മോർണിംഗ് വാക്കുമായിട്ട് വരാമെന്ന് വിചാരിച്ചു. രാവിലത്തെ നടത്തം എൻ്റെ വീട്ടിൽ നിന്ന് കോഴടുക്കം വരെയാണ് സ്ഥിരം രാവിലെ നടക്കാറുള്ളത്. ഇപ്പോൾ നിസാമുദ്ദീൻ നഗറാണ്. നിസാമുദ്ദീൻ നഗർ ബസ് സ്റ്റോപ്പ്. ഇവിടെ ഏകദേശം എടുത്തുന്ന മുസ്ലിം ലീഗ് നിസാമുദ്ദീൻ നഗർ ശാഖ കമ്മിറ്റി തൂഫാൻ്റെ ഒരു ബോർഡെല്ലാം വെച്ചിട്ടുണ്ട്. ജനങ്ങൾക്കെല്ലാം ഒരുപാട് നല്ലതാണ്. കാരണം ലഹരി മാഫിയ തടിച്ചു വളരുന്ന ഈ സമയത്ത് അതിനെ തുടച്ചു നീക്കാൻ പുതിയ സർക്കാർ കൊണ്ടുവന്ന ഓപ്പറേഷൻ തൂഫാൻ സാധാരണക്കാരനൊക്കെ അവർക്ക് ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഈ നമ്പറുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് ശരിക്കും അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കളൊക്കെ അടുത്ത തലമുറയെ നമുക്ക് നന്നാക്കി എടുക്കേണ്ടതുണ്ട്. അവർ വലിയ വലിയ ആപത്തുകളിൽ പോയി വീഴാതിരിക്കാൻ. ഇന്നതാ കാണുന്നത് വെണ്ടിച്ചാൽ പുതുതായിട്ട് ഗവൺമെൻറ് കൊണ്ടുവന്ന, പുതിയതായിട്ടെന്ന് പറയാനില്ല, 10 വർഷത്തിൻ്റെ അടുത്തായി അതിൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഇത് എന്ന് യാഥാർത്ഥ്യമാവുമെന്ന് അറിയില്ല. കഴിഞ്ഞ സർക്കാർ പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കിയിട്ട് കൊടുക്കുമെന്നല്ല വിചാരിച്ചതാണ്. ഇനിയിപ്പോൾ പുതിയ സർക്കാർ എത്രയും പെട്ടെന്ന് അർഹതപ്പെട്ട ആൾക്ക് എത്രയും പെട്ടെന്ന് അവരുടെ കൈകളിൽ കൊടുക്കട്ടെ. അല്ല ഇങ്ങനെ ഒരു പ്രേതാലയം പോലെ ഇളക്കിയിട്ട് നടക്കാതിരിക്കട്ടെ. ഇവിടെ 2-3 പീടികയുണ്ട് പഞ്ചായത്തിൻ്റെ. ഇവിടെ നല്ലൊരു പാർക്കുണ്ട്. ഇതൊക്കെ പഞ്ചായത്തിന് നല്ല കച്ചവടമാക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ, ഉപകാരമുള്ള ആൾക്ക് കൊടുക്കാൻ. ഇങ്ങനെയുള്ള ആൾക്ക് വെറുതെ വെക്കാൻ വേണ്ടി കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. പീടികയല്ലോ. ഇതാണ് പാർക്ക്. പാർക്കും കുട്ടികളെല്ലാം ഇഷ്ടംപോലെ വൈകുന്നേരങ്ങളിൽ കളിക്കാൻ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ പുല്ലും കാര്യം ഇത് കാടലായിട്ട് ഇതിനൊക്കെ വൃത്തിയാക്കിയിട്ട് പഞ്ചായത്തിൻ്റെ മേൽനോട്ടത്തിലെല്ലാം വൃത്തിയാക്കി കൊടുക്കേണ്ടതാണ്. ഇതൊരു ചിൽഡ്രൻസ് പാർക്കോ അല്ലെങ്കിൽ പിന്നെ പ്രേതാലയം എന്നൊന്ന് പറയുന്ന മാതിരിയാണ്. ഇതിനെല്ലാം പുല്ലെല്ലാം വളർന്നിട്ട് ആകെ വൃത്തികേടായിട്ടുള്ളത്. ഒരുപാട് കുട്ടികളുണ്ടാകുന്നു വൈകുന്നേരം അവിടെ കളിക്കാൻ വരുന്നത്. പിന്നൊരു സ്ഥലം ഇതാണ്. ഇവിടെ റോഡിന് വീതി കുറഞ്ഞ സ്ഥലമാണ്. ഭയങ്കര വണ്ടിച്ചാൽ പറഞ്ഞാൽ നമ്മുടെ ചട്ടഞ്ചാൽ മേൽപ്പറമ്പ് റോഡിലാണ് വണ്ടിച്ചാൽ. ഈ പാർക്കിങ്ങിൻ്റെ കയറ്റം ഇറങ്ങി വരുമ്പോൾ താഴെയാണ് ഈ ഇടുങ്ങിയ റോഡ്. കാരണം ഇവിടെ ഒരുപാട് വീടുകളെല്ലാം ഉണ്ട്. അപ്പോൾ ഭയങ്കര സ്പീഡിലാണ് അങ്ങനെ വണ്ടി വരുന്നത്. ഇറങ്ങി സ്പീഡിൽ വരും. അപ്പോൾ ഇവിടെ ചെറിയൊരു റൗണ്ടാണ്. ഇവിടെ ചെറിയൊരു റൗണ്ട് അടിച്ച് വരുമ്പോൾ ഇവിടെയുള്ള വീടുകളിൽ നിന്ന് വണ്ടി ഇങ്ങോട്ട് വരുമ്പോൾ ഈ വീടുകൾ, ഇതിൻ്റെ അപ്പുറം വേറൊരു വീടുണ്ട്. ഇതാ ഇവിടെ നിന്നെല്ലാം വണ്ടി വന്ന് കയറുമ്പോൾ പെട്ടെന്നാണ് അതിൽ വണ്ടി വരുന്നത്, ചവിട്ടി വരുന്നത്. അങ്ങനെ സ്പീഡിലാണ് വാഹനം അധികം വരുന്നത്. ഇപ്പോൾ വാഹനം കുറവായതുകൊണ്ടാണ് ചില സമയങ്ങളിൽ ഇങ്ങനെ മിനിറ്റുകൾ സ്പീഡിൽ ഇതിങ്ങനെ കടന്നു പോകും. ഇവിടുന്ന് കയറാനുള്ളൊരു സമയം കിട്ടില്ല. ഒരു സ്പീഡിലാണ് വാഹനങ്ങളിൽ കടന്നു പോകുന്നത്. അപ്പോൾ ഇതിനൊരു മുന്നറിയിപ്പ് ബോർഡ് പോലും ഗവൺമെൻറ് സ്ഥാപിച്ചിട്ടാണ്. ഈ റോഡിൽ ഒരുപാട് അപകടങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. സ്ഥിരം നടക്കുന്ന വ്യക്തി. ഹായ്. ഇതാണ് നമ്മുടെ വെണ്ടിച്ചാൽ ബസ് സ്റ്റോപ്പ്. നമ്മൾ സ്ഥിരം കാണുന്ന രാവിലെ നടക്കുന്ന ആട്ടന്. ഇപ്പം എത്തിയുള്ള അപ്സര സ്കൂൾ. നടന്ന അപ്സര സ്കൂൾ വരെ എത്തി. അങ്ങനെ ഇതാ കോളിയെടുക്കത്തേക്ക് എത്തിയിരിക്കുന്നു.
കോഴടുക്കം വരെയാണ് നടക്കാറുള്ളത് സ്ഥിരം രാവിലെ. ഇത് ബസ് സ്റ്റോപ്പാണ്. അപ്പോൾ ഇന്നത്തെ അടുത്ത വിശേഷം ഇത്രയേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബായ്.